ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെയാണ്. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ ആപ്പിൾ പായസം, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളത്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ആപ്പിളാണ്. അത് 600 ഗ്രാം ഉണ്ടാകും ഏകദേശം. ഇതിൻ്റെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. വെള്ളമെല്ലാം മാറ്റിയിട്ട് വേണം സ്കിന്ന് റിമൂവ് ചെയ്യാനായിട്ട്. ഒരു പീലർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കത്തി കൊണ്ടോ അതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഗ്രേറ്റർ എടുത്ത് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ നടുഭാഗത്തുള്ള ആ അരിയും തണ്ടുമൊക്കെ വരുന്നത് അത് മാത്രം മാറ്റി ഈ ഫ്ലഷ് ആയിട്ടുള്ള ആപ്പിളെല്ലാം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആപ്പിൾ ഗ്രേറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും, അതിൽ കാര്യമില്ല. ഇതേപോലെ നമ്മൾ ആ നടുഭാഗം മാത്രം 3 ആപ്പിളിൻ്റെയും മാറ്റി ബാക്കിയെല്ലാം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് 1 സ്പൂൺ അരിപ്പൊടിയാണ്. ഇത് ഈ പായസം ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഉപയോഗിക്കുന്നത്. ഒരേ 1 സ്പൂൺ അരിപ്പൊടി മതി. അതിന് പിന്നെ നമുക്ക് വേണ്ടത് 1 ലിറ്റർ പാലാണ്. ഈ 1 ലിറ്റർ പാലിൽ നിന്നും ഈ അരിപ്പൊടി ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട് പാല് ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം. അപ്പം അരിപ്പൊടിയുടെ മിക്സ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പാലിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിനെ തിളയ്ക്കാൻ വെക്കണം. പാല് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ പാല് ഒന്ന് കുറുകി ഒരു 1/4 പരുവമാകണം. അപ്പോൾ പാല് നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്കൊരു മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആപ്പിൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തുടരെ ഇളക്കി കൊടുക്കുക. ഒന്ന് വഴണ്ട് വരണം. ആപ്പിൾ നല്ല വെന്ത് നല്ല സോഫ്റ്റായി വരണം. അതുവരെ ഈ ആപ്പിളിനെ ഒന്ന് വേവിച്ചു കൊടുക്കണം. ഈ സമയം നമുക്ക് മീഡിയം ഫ്ലെയിമിലിടാം. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ഇത് വേവിച്ചെടുക്കരുത്. അപ്പം നല്ല ടേസ്റ്റും സ്മൂത്തായിട്ട് ഇത് ആപ്പിൾ കിട്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് തരി പോലെ കിടക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി ഇതിനെ ഒന്ന് വേവിക്കാൻ വെക്കണം. ഇങ്ങനെ കൈയെടുക്കാതെ തുടരെ ഇളക്കണമെന്നില്ല. ആദ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഈ സമയം നമ്മുടെ അടുപ്പിൽ പാല് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പാലിനെയും ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ പാല് വെന്ത് നന്നായിട്ട് കുറുകി വരണം. പാലിവിടെ കുറുകി വരുന്നുണ്ട്. ഈ സമയം അടുത്തടുപ്പിൽ നമ്മുടെ ആപ്പിളും ഇതേപോലെ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് ഈ ആപ്പിളിൽ നിന്നും നന്നായിട്ട് വെള്ളം ഇങ്ങനെ വടിഞ്ഞു തുടങ്ങും. വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി ആ നെയ്യിൽ കിടന്ന ആപ്പിളെല്ലാം നന്നായിട്ട് വഴണ്ട് നല്ല സോഫ്റ്റായി വരും. അപ്പോൾ ആ നെയ്യിലൊക്കെ കിടന്ന് മൂക്കുന്ന ഒരു പ്രത്യേക മണമൊക്കെ വരും. ആപ്പിളും നെയ്യും കൂടെ കൂടിയിട്ടുള്ള നല്ലൊരു പ്രത്യേക മണം വരുന്നുണ്ട് ഈ സമയം. അപ്പോൾ ആപ്പിളെല്ലാം നല്ല സോഫ്റ്റായി കിട്ടണം. ഇപ്പം നേരത്തേനെക്കാട്ടി നല്ല സോഫ്റ്റായി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പാലും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പാല് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഈ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അരിപ്പൊടി പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. അപ്പോൾ അരിപ്പൊടി ആ മിക്സ് ചേർത്തതിന് ശേഷം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നത് വരെ തുടരെ ഇളക്കി കൊടുക്കുക. നമ്മൾ തിളപ്പിച്ച പാലിലേക്ക് ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങ് തിളച്ചോളും. അപ്പോൾ അതത്രയും തിളച്ച് കുറുകി ഇനി ഒന്ന് ഫ്ലെയിം താത്തി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആപ്പിളാണ്, അത്യാവശ്യം മധുരമുണ്ട്. ഞാനൊരു 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തു. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പഞ്ചസാര അളവ് ഇത്ര വേണ്ട. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ പായസം ഒന്ന് കുറുകി വരും. അപ്പോൾ പിന്നെ അരിപ്പൊടിയും ചേർക്കേണ്ടതില്ല. അപ്പം ഞാനിപ്പം അരിപ്പൊടി ചേർത്ത് കുറുക്കിയെടുക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാൽ അവിടെ റെഡി ആവുന്നുണ്ട്. ആ സമയം നമ്മുടെ ആപ്പിളും അവിടെ വെള്ളമയം എല്ലാം മാറി റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മുടെ പാലിലേക്ക് അവസാനമായി ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തു. ഈ സമയം നമ്മുടെ സോഫ്റ്റായിട്ടുള്ള ആപ്പിൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞു, ആപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ആകെ വേണ്ടുന്നത് ഇതിനകത്ത് കട്ട പോലെ ഒന്നും കെട്ടിക്കിടക്കാതെ നമ്മൾ ഉപയോഗിച്ച ആ തവി കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തുടരെ ഇളക്കി കൊടുക്കുമ്പം ആ കട്ടകളെല്ലാം വിട്ട് ആപ്പിളെല്ലാം ഈ പാലുമായിട്ടങ്ങ് മിക്സ് ചെയ്യും. ആപ്പിൾ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. പിന്നെ വെന്ത പാലാണ്, അതുപോലെ വേവിച്ചെടുത്തിട്ടുള്ള ആപ്പിളാണ്. പിന്നെ ഇതിന് ഫ്ലെയിം ഓണാക്കി തിളപ്പിക്കേണ്ടെന്ന് ആവശ്യമില്ല. നമ്മൾ ആപ്പിൾ ചേർത്ത് കഴിഞ്ഞു, സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. കട്ടയില്ലാത്ത രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ആപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻ പായസങ്ങളിലെല്ലാം സാധാരണ നമ്മളെപ്പോലെ നെയ്യ് ചൂടാക്കി ഗാർണിഷിങ് ചെയ്യാനായിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്നും വറുത്തിടാറില്ല. ബദാമും നമ്മുടെ കാഷ്യൂ നട്ട്സും ഒക്കെ ചെറുതായിട്ട് മുറിച്ച് ഇതേപോലെ മുകളിൽ കൂടെ ഗാർണിഷിങ് ചെയ്യാറാണ് പതിവുള്ളത്. അപ്പോൾ ഞാനും അതേ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നെയ്യ് നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് ആപ്പിൾ വഴറ്റാനായിട്ട് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പായസമല്ലേ? വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റാണ്. ഒരു ഐസ്ക്രീമിൻ്റെയൊക്കെ ടേസ്റ്റാണ് ഈ പായസത്തിനുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും, അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം.